ത്വരീഖത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോ മഹാന്മാരായ ആലിമീങ്ങൾ പറയുന്ന ഒരു വിഷയമുണ്ട്. ത്വരീഖത്ത് സ്വീകരിക്കുമ്പോ വളരെ സംശുദ്ധമായ പന്ഥാവിലൂടെ സിൽസിലയിലൂടെ കടന്നു വരുന്ന സംശുദ്ധരായ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ ആലിമീങ്ങളും ആബിദീങ്ങളുമായ അല്ലാഹുവിന്റെ സജ്ജനങ്ങളുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യേണ്ടതിന് പകരം മറ്റേതെങ്കിലും ദുർമാർഗികളായി ജീവിച്ച ആളുകളുടെ വഴികളിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നത് അപകടമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സജ്ജനങ്ങളായ ആളുകളുടെ ത്വരീഖത്തിൽ ചേരുമ്പോൾ പോലും അവിടെ ഉണ്ടാകുന്നൊരു അപകടം അസ്റാറുകൾ വിവരിക്കുന്ന ആലിമീങ്ങൾ പറയുന്നത് അവിടെ ഒരു അസ്ബിയ്യത്ത് വരാറുണ്ട്. എന്റെ ഷെയ്ഖ് ലോകത്തെ ഏറ്റവും വലിയ ഷെയ്ഖാണെന്ന് ഓരോ മുരീദും വാദിച്ചുകൊണ്ടിരിക്കും. ഓരോ ത്വരീഖത്തുകാരും എന്റെ ഷെയ്ഖാണ് സയ്യിദുൽ അഖ്താബെന്നോ അല്ലെങ്കിൽ ഖുതുബുൽ അഖ്താബെന്നോ ഖുതുബുസ് സമാനെന്നോ സ്വന്തം ഷെയ്ഖിനെ കുറിച്ച് മറ്റുള്ള ആളുകൾ എന്റെ ഷെയ്ഖിനേക്കാൾ താഴെയാണ് എന്ന് പറയുന്ന ഒരവസ്ഥ വരാറുണ്ട്. ഇത് വരാൻ പാടുള്ളതല്ല. പക്ഷെ അങ്ങനെ സംഭവിക്കാറുണ്ട്. വിവരമില്ലാത്ത ആളുകൾ, അള്ളാഹുവിന്റെ ആബിദീങ്ങളും ആരിഫീങ്ങളുമായ ഔലിയാക്കന്മാർ, അവരാരും അങ്ങനെ വിളിക്കപ്പെടാൻ പോലും ഇഷ്ടപ്പെടാത്തവരാണ്. മഹാനായ ഷാദുലി ശൈഖ് തങ്ങളവറുകൾ മഹാനവറുകളെ ദുആ ഇറക്കാൻ വേണ്ടി പറയുമ്പോൾ പോലും നിങ്ങൾ ആരെങ്കിലും ദുആ ചെയ്തോളൂ, ഞാനല്ല ദുആ ഇറക്കേണ്ടത് എന്ന് പറയുകയും ആ മഹാനെ ബഹുമാനിക്കാൻ ആളുകൾ കൈമുത്താൻ മുന്നോട്ട് വരുമ്പോ എന്റെ കയ്യാരും മുത്തരുത് എന്ന് നിർബന്ധം പറഞ്ഞിരുന്ന മഹാനാണ് മഹാനായ ഷാദുലി തങ്ങളവറുകൾ. ലോകം കണ്ട പ്രഗത്ഭരായ ആളുകളെ അതിന് ശേഷം വന്ന കാലാകാലങ്ങളിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ത്വരീഖത്തിന്റെ സിൽസിലകളുണ്ട്. റബ്ബാനിയായ മാർഗത്തിലൂടെ അല്ലാഹുവിന്റെ വഴിയിലേക്ക് ചേരുന്ന ആളുകളെ കൈപിടിക്കുകയും അവരെ തർബിയത്ത് ചെയ്യുകയും തിന്മയിലേക്ക് പോവാതെ നന്മയിൽ അവരെ തസ്കീത്ത് ചെയ്ത് നടക്കുന്ന നല്ല തർബിയത്ത് ചെയ്യുന്ന ശൈഖന്മാർ ഉള്ള കാലം ലഭ്യമാകുന്നത് കുറവായിരിക്കാം. എന്നാലും സജ്ജനങ്ങളായ ആളുകൾ ലോകത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. പഴയ കാലം പോലെ സുലഭമായി കിട്ടണമെന്നില്ല. എന്നാൽ പോലും ഒരുതരം അസബിയ്യത്ത്, പക്ഷപാതിത്വം വന്നു ചേരാറുണ്ട്. അത് ശ്രദ്ധിക്കണം. അങ്ങനെ വന്നു ചേരരുത്. തന്റെ ആളാണ് ഏറ്റവും വലിയ ആള്, അതിനപ്പുറത്തേക്കൊരു ഷെയ്ഖില്ല എന്നും നിങ്ങൾ വേറെ എവിടെ പോയാലും ദുർമാർഗത്തിലാണെന്നും അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. ആലിമീങ്ങൾ, വിഷയം പഠിക്കാൻ കഴിയുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ദീനിന് ഉത്തരവാദിത്വത്തോടുകൂടെ അഭിപ്രായം പറയാനും ഫത്വ നൽകാനും കഴിയുന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അനിഷേധ്യമായ പ്രസ്ഥാനം മഹത്തായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ ദിശ തിരിച്ചു തരുന്ന ഭാഗങ്ങളിലേക്ക് പോവലാണ് മുഅ്മിനേ നമുക്ക് വിജയം. അങ്ങോട്ട് ചെന്നാൽ അവിടെ സത്യമാണെന്നും ഇത് ദുർനടപ്പുകാരല്ലെന്നും ഇത് സജ്ജനങ്ങളുടെ വഴിയാണെന്നും ലഭിക്കുന്നിടത്തേക്ക് നമ്മൾ മുന്നോട്ട് പോവുക. ഇത് ദുർമാർഗമാണെന്നും പിഴച്ച ത്വരീഖത്താണെന്നും മശായിഖന്മാർ ആലിമീങ്ങൾ വിധി എഴുതുമ്പോൾ അവിടെ ഏറ്റവും സൂക്ഷ്മതയോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ വഴിയിലേക്ക് ചെന്നുപെട്ടാൽ ഒരുപക്ഷേ നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയേക്കും. എന്നാലും ഈ വിഷയം ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു, അവിടെ പോലും ഒരു അസുബിയത്ത് വരാൻ പാടുള്ളതല്ലത്ര. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ലോകത്ത് എത്രയോ ആരിഫീങ്ങളുണ്ട്. ലോക രാജ്യങ്ങളിൽ, ഏതെല്ലാം രാജ്യങ്ങളിൽ അസ്ഹാബുൽ അസ്റാർ, അല്ലാഹുവിന്റെ ലദുന്നിയായ ഇൽമുള്ള ഇർഫാൻ ലഭിച്ച ആഴത്തിൽ അറിവുള്ള, മനസ്സുകളെ വായിക്കാൻ കഴിയുള്ള, മനുഷ്യനെ തർബിയത്ത് ചെയ്യാൻ കഴിയുന്ന, മുഖത്ത് നോക്കി മനുഷ്യന്റെ ദുർഗുണങ്ങളെ പറഞ്ഞു തരാൻ കഴിയുന്ന ആരിഫീങ്ങൾ ഇന്നും ലോകത്ത് ബാക്കിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിലേറ്റവും ഒരു ആരിഫിനെ, ഒരു ത്വരീഖത്തിന്റെ മഹാനെ കിട്ടണം, ലഭിക്കണം, എനിക്ക് ബൈഅത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വിവരമനുസരിച്ചും എന്റെ എളിയ അറിവനുസരിച്ചും നമുക്ക് ഏറ്റവും അടുത്തതും തൊട്ടടുത്ത് നമുക്ക് ലഭ്യമായതും മഹാനായ അത്തിപ്പറ്റ ഉസ്താദാണ്. അല്ലാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആ മഹാനുഭാവന്റെ ജീവിതം കറാമത്തുൽ വലി ദീനുഹു, ഒരു മനുഷ്യന്റെ കറാമത്ത് എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ദീനാണ്, ശരീഅത്താണ്.
ശരീഅത്താണ് എന്ന് മഹാന്മാരായ ആലിമീങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. അത്ഭുതങ്ങളല്ല വിഷയം. അത്ഭുതങ്ങൾ പലർക്കും പല നിലക്കും ചെയ്യാൻ കഴിയും. പിശാച് സേവയുള്ള ആളുകൾക്ക് അത്ഭുതം ചെയ്യാൻ കഴിയും. കാണാത്തത് മറഞ്ഞു കിടക്കുന്നത് പറഞ്ഞു തരാൻ കഴിയും. അത് മനുഷ്യന്റെ നന്മയുടെ ഭാഗമാണെന്ന് പറയാൻ കഴിയില്ല. അവർ സ്വാലിഹീങ്ങളാണ് എന്ന് ബോധ്യപ്പെടുന്നവരെ, സജ്ജനങ്ങളായി ജീവിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കുകയും ഉമ്മത്തിന്റെ അഖീദ ശരിയാക്കുകയും ഉമ്മത്തിന് ആഖിറം പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് ഇത്രയും കാലം ദീനീ സേവന രംഗത്തുള്ള മഹാനായ അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, ആ മഹാനുഭാവൻ നമുക്ക് കണ്ട് പരിചയമുള്ള അനുഭവമുള്ള മഹാനാണ്. ബാക്കി എത്രയോ ആലിമീങ്ങളും സാദാത്യങ്ങളും വേറെയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞവരുണ്ട്. ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരിൽ ആ മഹാനുഭാവനെ ചെന്ന് കാണാനും ഒന്നരികത്ത് ചെന്നിരിക്കാനും ഒന്ന് കൈപിടിച്ച് ബൈഅത്ത് ചെയ്യാനും സാധിക്കുകയാണെങ്കിൽ അതിന് നഷ്ടപ്പെട്ടു പോയാൽ സങ്കടം പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. ആ ഒരു സൗഭാഗ്യം നമ്മുടെ കൺമുമ്പിൽ മലപ്പുറം ജില്ലയിലാണത്. വളാഞ്ചേരിയിൽ മഹാനായ ശൈഖുനക്ക് പോലും ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. ഉസ്താദ് അങ്ങനെ പറയാൻ ആരെ ഏൽപ്പിച്ചിട്ടുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ആ മഹാനെ ഇനിയും മനസ്സിലാക്കാത്ത ആളുകളുണ്ടെങ്കിൽ, ആരാണ് ആലിമെന്ന് ഇതുവരെ ഒരു നല്ലൊരു ആലിമിനെ കാണാൻ ഭാഗ്യമില്ലാത്തവരെ ഒന്ന് ചെന്ന് കാണണം. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ ചെന്ന് കാണുക. ആ മഹാന്റെ അടുത്ത് പോയി പൊരുത്തം വാങ്ങിക്കും, അമല് വാങ്ങിക്കും. ആ മഹാനുഭാവന ബൈഅത്ത് ചെയ്യുന്ന ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ കാവലുണ്ടാകും. അള്ളാഹു ഈ ഉമ്മത്തിന് ആരിഫീങ്ങളുടെ, അവന്റെ ഔലിയായിന്റെ ആലിമീങ്ങളുടെ കീഴിൽ അതവോടുകൂടെ ജീവിക്കുന്നവരാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.